അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി. ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രകാശത്തെ അല്ലാഹു തആല ഉണ്ടാക്കി. ഇതാണ് മൻഖൂസ് മൗലിദിൽ ഇനി പറയുന്ന വിഷയം. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുമയെ തൊട്ട് നിവേദനം ചെയ്തൊരു ഹദീസ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ഈ നിവേദനം ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ അഹ്മദ് അലീശിൽ മാലിക്കി തൻ്റെ അൽ ഖൗലുൽ മുൻജി അലാ മൗലിദിൽ ബർസഞ്ചി എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഖസ്തല്ലാനി ഇമാമ്, അതുപോലെ ഇബ്നു ഹജർ അൽ ഹൈതമി, ഇമാം അലി ഇബ്നു ബുർഹാനുദ്ദീൻ ഉൽ ഹലബി തുടങ്ങിയ മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ ഈ വിഷയം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹി അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹു തആല ഖബ്ലൽ അശിയാ. മറ്റു വസ്തുക്കളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ഏത് വസ്തുവിനെയാണ് സൃഷ്ടിച്ചത് എന്നെനിക്ക് പറഞ്ഞു തരണം നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുമാ ചോദിച്ചപ്പോൾ ഫഖാല യാ ജാബിറു ഇന്നല്ലാഹ ഖദ് ഖലഖ ഖബ്ലൽ അശിയാഇ നൂറു നബിയിക. ഓ ജാബിറെ, നിന്റെ നബിയുടെ പ്രകാശത്തെയാണ്, റൂഹിനെയാണ് മറ്റു വസ്തുക്കൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫജഅല ദാലിക നൂറ, എന്നിട്ട് അല്ലാഹു തആല ആ നൂറിനെ പ്രകാശത്തെയാക്കി യദൂറു ബിൽ ഖുദ്റത്തി, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് അങ്ങനെ ചുറ്റുന്നതാക്കി. ഹൈസു ഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ച രൂപത്തിൽ. വലം യകുൻ ഫീ ദാലിക്കൽ വഖ്തി, ആ സമയത്തുണ്ടായിട്ടില്ല ലൗഹുൻ, ലൗഹില്ല, വലാ ഖലമുൻ, ഖലമില്ല, വലാ ജന്നത്തുൻ, സ്വർഗമില്ല, വലാ നാറുൻ, നരകമില്ല, വലാ മലക്കുൻ, മലക്കില്ല, വലാ സമാഉൻ, ആകാശമില്ല, വലാ അർളുൻ, ഭൂമിയില്ല, വലാ ശംസുൻ, സൂര്യനില്ല, വലാ ഖമറുൻ, ചന്ദ്രനില്ല, വലാ ജിന്നിയുൻ, ഒരു ജിന്ന് വർഗവും ഇല്ല, വലാ ഇൻസിയുൻ, ഒരു മനുഷ്യവർഗവും ഇല്ല. അങ്ങനെ ഫലമ്മ അറാദല്ലാഹു തആല അൻ യഖ്ലുഖൽ ഖൽഖ, അങ്ങനെ സൃഷ്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടി, മറ്റു സൃഷ്ടികളൊക്കെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് ഖസ്സമ ദാലിക നൂറ അർബഅത അജ്സാഇൻ, ആ നൂറിനെ 4 പാർട്ടാക്കി. എന്നിട്ട് ഫഖലഖ മിനൽ ജുസ്ഇൽ അവ്വലി അൽ ഖലമ, ഒന്നാമത്തെ പാർട്ട് കൊണ്ട് കലമിനെ സൃഷ്ടിച്ചു. വമിനസ്സാനി, രണ്ടാമത്തെ പാർട്ട് കൊണ്ട് അൽ ലൗഹ, ലൗഹിനെ സൃഷ്ടിച്ചു. വമിനസ്സാലിസി അൽ അർഷ, മൂന്നാമത്തെ പ്രകാശം കൊണ്ട്, പ്രകാശത്തിൻ്റെ ഭാഗം കൊണ്ട് അർഷിനെ സൃഷ്ടിച്ചു. പിന്നെയുള്ള നാലാമത്തെ ആ ജുസ്ഇനെ സുമ്മ ഖസ്സമൽ ജുസ് അർറാബിഅ അർബഅത അജ്സാ, പിന്നെ അതിന് ഒരു 4 ആക്കിയിട്ട് നാലാമത്തേതിനെ 4 പാർട്ടാക്കി വീണ്ടും. എന്നിട്ട് ഫഖലഖ മിനൽ അവ്വലി ഹമലത്തൽ അർഷ്, അർഷിനെ ചുമക്കുന്ന മലക്കുകളെ അതുകൊണ്ട് അല്ലാഹു തആല സൃഷ്ടിച്ചു. എന്നിട്ട് വമിനസ്സാനിയൽ കുർസി, അതിനുശേഷം കുർസി സൃഷ്ടിച്ചു.
വമിനത്താലിസി ബാക്കിൽ മലായിക്ക, മൂന്നാമത്തെ ഭാഗം കൊണ്ട് മറ്റുള്ള മലക്കുകളെയൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചു. സുമ്മ ഖസ്സമൽ ജുസ് അർ-റാബിഅ, പിന്നെ നാലാമത്തെ ആ ജുസ്ഇനെ, ബാക്കി വന്ന നാലാമത്തെ ജുസ്ഇനെ വീണ്ടും അംശയിച്ചു, അത് നാലാക്കി. എന്നിട്ട് ഫഖലഖ മിനൽ അവ്വലി അസ്സമാവാത്ത്, ഒന്നുകൊണ്ട് ആകാശങ്ങളെയും, വമിനസ്സാനി അൽ അർളീൻ, അതിനുശേഷം ഭൂമികളെയും, രണ്ടാമത്തേത് കൊണ്ട്, മൂന്നാമത്തേത് കൊണ്ട് സ്വർഗത്തെയും സൃഷ്ടിക്കുകയും അങ്ങനെ വീണ്ടും നാലാമത്തെ ഭാഗത്തെ ഓഹരി ചെയ്ത് അത് നാലാക്കി. ആ നാലിൽ നിന്ന് ഫഖലഖ മിനൽ അവ്വലി നൂറു അബ്സാരിൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ ബസറുകൾ സൃഷ്ടിച്ചു, സത്യവിശ്വാസികളുടെ പ്രകാശത്തെ, സത്യവിശ്വാസികളുടെ ആ റൂഹിനു വേണ്ടി അതിനുള്ള സൃഷ്ടിപ്പ് നടത്തി. വമിനസ്സാനി, രണ്ടാമത്തേത് കൊണ്ട് നൂറു ഖുലൂബുഹും, ഒന്നാമത്തേത് കൊണ്ട് അവരുടെ കണ്ണുകൾ, സത്യവിശ്വാസികളുടെ കണ്ണുകളെയും, രണ്ടാമത്തേത് കൊണ്ട് അവരുടെ ഹൃദയവും, അത് മഅരിഫത്തും ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടുള്ള ആ അറിവ് അവരുടെ ഹൃദയത്തിൽ നിറയുന്ന രൂപത്തിലുള്ള ആ ഒരു ഹൃദയമാണല്ലോ, അപ്പം അതിനനുസരിച്ച് അതിനെ സൃഷ്ടിച്ചു എന്നും. വമിനത്താലിസി നൂറു അൽസിനത്തിഹിം വഹുവ തൗഹീദു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്ന ആ തൗഹീദിന് പര്യാപ്തമാകുന്ന രൂപത്തിൽ ഉള്ള നാവിനെ അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് അതിലൂടെ സൃഷ്ടിച്ചു കൊടുത്തു. ഇത് ബഹുമാനപ്പെട്ട സുർഖാനി ഇമാം അത് അവിടുത്തെ മവാഹിബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് തുടക്കമെന്നും മറ്റു സൃഷ്ടികളൊക്കെ അതിൽ നിന്ന് അംശയിച്ചുണ്ടാക്കപ്പെട്ടതാണെന്നുമാണ് ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി അവിടുത്തെ അൽ മവാഹിബുൽ ലദുന്നിയയിലെ ഒന്നാമത്തെ വാള്യത്തിൽ 48-ാമത്തെ പേജിൽ, അതുപോലെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അൽ മിനഹുൽ മക്കിയയിൽ 93-ാമത്തെ പേജിലും, ഫത്താവൽ ഹദീസിയുടെ 59-ാമത്തെ പേജിലും, അലി ഇബ്നു ബുർഹാനുദ്ദീൻ അൽ ഹലബി എന്നവർ അദ്ദേഹത്തിൻ്റെ സീറത്തുൽ ഹലബിയയിലെ ഒന്നാമത്തെ വാള്യത്തിൽ 147-ാമത്തെ പേജിലും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ പുറമെ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് സർവസമ്മതനായ ആലൂസി അദ്ദേഹത്തിൻ്റെ റൂഹുൽ മആനിയിലെ 17-ാമത്തെ വാള്യത്തിൽ 1105-ാമത്തെ പേജിൽ ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് കലമിനെയാണെന്നും വെള്ളത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മറ്റൊന്നിനെയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ വന്നത് ആപേക്ഷികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെയാണ് ആദ്യമായി സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതിന് അതൊന്നും എതിരാവുകയില്ല എന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അൽ മിനഹുൽ മക്കിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമല്ലാത്ത സൃഷ്ടികളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മാത്രമാണ് ആദ്യത്തെ സൃഷ്ടി വെള്ളമാണെന്നും കലമാണെന്നും ഒക്കെ പറയുന്നത്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി പറയുന്നതായിട്ട് മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇഖ്തലഫത്തി റിവായാതു ഫി അവ്വലിൽ മഖ്ലൂഖാത്തി, ആദ്യം സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളുടെ വിഷയത്തിൽ റിവായാത്തുകൾ വിഭിന്നങ്ങളാണ്. നൽവ ഹാസിലുഹ കമാ ബയ്യൻതുഹ ഫി ശറഹി ശമാഇൽ തിർമിദി, ശമാഇൽ തിർമിദിയിൽ ഞാൻ വിശദീകരിച്ചതുപോലെ അതിൻ്റെ ആകത്തുക അന്ന അവ്വലുഹൻ നൂറുൻ അല്ലദീ ഖലഖ മിൻഹു അലൈഹി സ്വലാത്തു വസ്സലാം,
ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെയാണ്, നബി തങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ പ്രകാശത്തെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും സുമ്മൽ മാഉ അതിനുശേഷം വെള്ളവും, സുമ്മൽ അർഷു അതിനുശേഷം അർഷുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് മിർഖാത്തുൽ മഫാത്തിഹിൽ ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യ സൃഷ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്നൂറുൽ മുഹമ്മദിയ്യയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശമാണ്, ആത്മാവാണ്. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന അവ്വല മാ ഖുലിഖ നൂറു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ സൃഷ്ടിക്കപ്പെട്ടത് ഫഅഖ്ബല ദാലിക നൂറു യതറദ്ദദു വയസ്ജുദു ബൈന യദൈല്ലാഹി അസ്സ വജൽ. അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അൽ മദ്ഖലിൽ ബഹുമാനപ്പെട്ടവർ 2ാമത്തെ വാള്യത്തിൽ 28ാമത്തെ പേജിലായി കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ലൗഹ്, കലം, സ്വർഗം, നരകം, മലക്ക്, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ജിന്ന്, മനുഷ്യൻ തുടങ്ങിയ സൃഷ്ടികളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് ഈ ഹദീസിൽ കാണാം. അതിനുശേഷമാണ് അവകളിൽ നിന്നാണ് അംശയിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശത്തിൽ നിന്ന് അംശയിച്ചുകൊണ്ടാണ് മറ്റ് വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചത് എന്നും ഹദീസിൽ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ, ഹബീബിനോട് കൂടുതൽ മഹബത്തുണ്ടാകാനും, ഹബീബിനെ പിൻപറ്റിക്കൊണ്ട് സുന്നത്തുകളും മറ്റു കൽപ്പനകളുമൊക്കെ അനുവർത്തിച്ചുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.